നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. സിസ്റ്റർ ഡെയ്സി മാത്യു ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരുന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. ദൈവത്തെ സ്തുതിക്കുന്നു. പ്രയർ ലൈനിലായിരിക്കുന്ന ഏവരെയും എൻ്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഉത്തമ ഗീതം 1-3-4 വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. ഹല്ലേലൂയ. നമ്മെ തേടി വന്ന് രക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത്ര സ്നേഹവാനായ ഒരു കർത്താവിനെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമം, സകല മുട്ടും അടങ്ങുന്ന യേശുവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് വൈകിയ സമയം പാടി ആരാധിക്കാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ നാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം
ഇമ്പനാമം യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പനാമം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം കരുണലെടുത്ത് ഉപയോഗിച്ചുവല്ലോ. ഹല്ലേലൂയ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കുന്ന കർത്താവിന് വേണ്ടി പാടുവാനും പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വത്തിനായി ജ്വലിച്ച് പ്രകാശിക്കുവാൻ മക്കളെ ദൈവം സഹായിക്കട്ടെ. ആ പാട്ട് പാടിയപ്പോൾ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മഹത്വം എടുക്കുകയും അനുഗ്രഹ സമ്പത്ത് നമ്മുടെ മേൽ പകരുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. നമ്മുടെ നാമം അല്ലാതെ ഒരു നാമമില്ല, സകല നാമത്തിലും മേലായ നാമം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അവിടെ നാമത്തിലുള്ള വിടുതൽ, ഇവിടുത്തെ നാമത്തിലുള്ള രോഗസൗഖ്യം, അവിടുത്തെ നാമത്തിലുള്ള വാഗ്ദത്തങ്ങൾ മുഴുവൻ നമുക്ക് നിവർത്തിച്ചിരുന്ന ദൈവമാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. വൈന സൂക്ഷിക്കായി കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ഒക്കലോമ സിറ്റിൽ നിന്നും ആദരവോട് സ്നേഹത്തോടുകൂടെ ഒക്കലോമ ക്ഷണിക്കുന്നു. നമ്മൾ വളരെ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ലീഡിയുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായി, ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിന്റെ പൊന്നു നാമത്തെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിനെ തുടർമാനമായി സക്കറിയ പ്രവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ടാണ് ക്രിസ്തുവേശുവിൽ ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിലേക്കാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയത്. സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന് 21 വാക്യങ്ങളുണ്ട്. ഈ 1-ാം അധ്യായം വായിച്ച് സഹായിക്കുക. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവിൻ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്ടപ്രവൃത്തികളെയും വിട്ടുതിരിവിൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നുവെന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞില്ലയോ? ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശെബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സക്കരിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിമ്പിൽ ചുവപ്പും കരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രൂശിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിങ്കലേക്ക് തിരിച്ചിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും,
യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് സന്ധ്യയെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ. ജീവന്റെ മന്ന ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരികയും അവിടുത്തെ ജീവന്റെ മന്ന ഭക്ഷിച്ച് പുഷ്ടി പ്രാപിപ്പാൻ ഇടയാക്കുകയും വിടുതലും സൗഖ്യവും ആനന്ദവും അനുഭവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. ഏഴയെ തിരുസന്നിധിയിൽ താഴ്ത്തുന്നു. തിരുനാമം മഹത്വപ്പെടണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിക്കുന്നു. ദാരിയവേശ രാജാവിന്റെ 2-ാം ആണ്ട് 8-ാം മാസം ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെക്രിയാവിനെ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ 1-ാം വാക്യം. ഇനിയും 7-ാം വാക്യം 1-ാം അധ്യായത്തിൽ തന്നെ. ദാരിയാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെക്രിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ. ദൈവത്തിന് സ്തോത്രം. ഈ 2 പ്രവചന ദൂതുകൾ തമ്മിൽ 3 മാസത്തെ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 8-ാം മാസത്തിൽ സെക്രിയ പ്രവാചകൻ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലുള്ളതായ പ്രവചന ദൂത കൊടുക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ 7-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിന്റെ അവസാനം വരെയും പ്രവചന ദൂതകൾക്കപ്പുറമായി ദർശകനായ സെക്കരിയാവിനെയാണ് നാം കാണുന്നത്. സെക്കരിയ പ്രവാചകൻ ദർശിച്ചുകൊണ്ട് അതിനോടുകൂടെയുള്ള അരുളപ്പാടുകളാണ് അറിയിക്കുന്നത്. 8 ദർശനങ്ങളാണ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. 8 ദർശനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി 8-ാം വാക്യം 1-ന്റെ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവിടെ രാത്രിയിൽ കണ്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനിയും 18-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ, ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ്. ഇങ്ങനെ ഓരോ ദർശനത്തിനും തല പൊക്കി നോക്കുക, വീണ്ടും നോക്കുക. ഞാൻ പിന്നെയും തല പൊക്കി നോക്കി. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 1-ാം അധ്യായത്തിൽ തന്നെ 2 ദർശനങ്ങളും 2-ാം അധ്യായത്തിൽ 3-ാമത്തെ ദർശനവും, അങ്ങനെ 8 ദർശനങ്ങളാണ് 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ 7-ഉം 8-ഉം അധ്യായങ്ങൾ പരന്തിറ്റിക്കൽ അധ്യായങ്ങളാണ്. അതിൽ 7-ാം അധ്യായത്തിൽ ബേഥേലുകാർ പ്രവാചകന്റെ അടുക്കൽ ഒരു ആവശ്യവുമായി, ഒരു ചോദ്യവുമായി കടന്നു വരുന്നു. അതിന്റെ ഉത്തരം അവരുടെ ഹൃദയത്തിന്റെ നിലവുകൾ അറിഞ്ഞ് പ്രവാചകൻ കൊടുക്കുന്നു. എന്നാൽ അവർ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മാനസാന്തരത്തിന് ഉത്തരമായ വരുവാനുള്ള വാഗ്ദത്തത്തെ 8-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവും 2-ാമത്തെ വരവുമാണ് കാണുവാൻ സാധിക്കുന്നത്. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ത്യജിക്കപ്പെട്ട ക്രിസ്തു, 1-ാമതായി കർത്താവായ യേശു ക്രിസ്തു വന്നു. യഹൂദന്മാർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ നാം വായിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ത്യജിക്കപ്പെട്ടവനായി 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു.
12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഇനിയും സംഭവിക്കുവാനായിട്ടുള്ളതാണ്. മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന കർത്താവിനെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് 14 അധ്യായങ്ങളും 211 വാക്യങ്ങളുമുള്ളതായ സക്കറിയ പ്രവചനത്തെ സംക്ഷിപ്തമായി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിന്റെ പ്രിയാമ്പിളാണ്, അതിന്റെ ഒരു മുഖവുരയാണ്, അതിന്റെ ഒരു ആമുഖമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനായി പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ആരെഴുതി, എപ്പോൾ എഴുതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 7 മുതൽ താഴോട്ട് കാണുന്നതായ ദർശന ദൂതുകളും തമ്മിൽ വളരെ ആന്തരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മാനസാന്തര ദൂതാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 7 മുതലുള്ള അധ്യായങ്ങളിൽ വരുവാനുള്ളതായ നിത്യമായ അനുഗ്രഹത്തെ, സഹസ്രാബ്ദ വാഴ്ചയും മറ്റുമൊക്കെ ഉള്ള ദൂതെ അതിനകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 1-ാം അധ്യായത്തിൽ കാണുന്നതായ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതായ ഒരു കഠിന ദൂതെ പെട്ടെന്ന് മാറുവാനുള്ള കാരണം? 1-ാം അധ്യായത്തിന്റെ അത് നമുക്ക് 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് സാധിച്ചില്ല. ഒന്ന് എത്തി നോക്കിയെങ്കിലും അത് ചിന്തിച്ചതിന് ശേഷം ഞാൻ വായിച്ചതായ 1-ാം വാക്യവും 7-ാം വാക്യത്തിലേക്കും കടന്നു വന്ന് കൺക്ലൂഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ നമുക്ക് നോക്കുക, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 7-ാം വാക്യവും തമ്മിൽ നോക്കുമ്പോൾ 3 മാസത്തിന്റെ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രവചന ദൂത് ലഭിക്കുന്നത് ദാരിയാവേശ് രാജാവ് എന്ന് പറയുന്നത് മേദ്യപാർശ്യ സാമ്രാജ്യത്തിലെ 3-ാമത്തെ രാജാവാണ്. അതാണ് നമ്മൾ അവസാനമായി എക്സ്പ്ലെയിൻ ചെയ്യുവാൻ പോകുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പറയുമ്പോൾ മാത്രമേ എസ്ര, നെഹമ്യാവ്, എസ്തർ, ഈ 3 പുസ്തകങ്ങൾ, ഹഗായി, സെക്കറിയാവ്, മലാക്കി, അതുകൂടാതെ തന്നെ സങ്കീർത്തന പുസ്തകത്തിലെ ഒരു 6 സങ്കീർത്തനങ്ങൾ, അതുകൂടാതെ തന്നെ ക്രോണിക്കിൾസ്, 1st and 2nd ക്രോണിക്കിൾസ്, ഇതൊക്കെയും പോസ്റ്റ് എക്സൈലിക് ബുക്കുകളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. അതുകൊണ്ട് ദാരിയാവേശ് വരെയെങ്കിലും ചില കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമുണ്ട് എങ്കിൽ. അതിനു മുമ്പേ ഒരു കഠിന ദൂതാണ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ കാണുവാൻ സാധിക്കുന്നത്. 3 ചോദ്യങ്ങൾ ഈ 6 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 5-6 വാക്യങ്ങളിൽ കാണുവാൻ, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? 1-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം, പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? 5-ാമത്തെ വാക്യമാണ് വായിച്ചത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ ചോദ്യം, എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച പ്രവചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്നു പിടിച്ചില്ലയോ? ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ഇൻട്രൊഡക്ഷൻ ദൂതിലെ, പ്രവചന ദൂതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവചന ദൂത് പറയുന്നതിനിടയിലുള്ള 3 ദൂതുകളാണ്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം കാരണം ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പേ ഈ 6 വാക്യങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ട, ആക്ച്വലി ഈ 1-ാം അധ്യായം നാം വായിച്ചല്ലോ. 1-ാം അധ്യായത്തിന് 3 ഡിവിഷനാണ് കാണുവാൻ സാധിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 1-ാമത്തെ ദർശനം, 1-ാമത്തെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ആദ്യത്തെ പ്രവചന ദൂതാണ് കാണുവാൻ സാധിക്കുന്നത്, പ്രിയാമ്പിളായിട്ട് കാണുവാൻ സാധിക്കുന്നു. 1-ാമത്തെ ദർശനം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. ചോലയിലെ കൊഴുന്തുകളിൽ ഇരിക്കുന്ന ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷനെയും
ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കേണ്ടതിന് ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിലുള്ളതായ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നതായ പുരുഷൻ നിയോഗിച്ചയച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ ദൂതഗണങ്ങളെയും ആണ് കാണുവാൻ സാധിക്കുന്നത്. ഈ ചോലയേത്, അവിടെ എന്തിനു പോയി, എന്താണ് ഇതിന്റെ പ്രവചന അർത്ഥം, ഇതിന്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ എന്താണ്, ഇത് എപ്പോഴാണ് നിറവേറിയത്, അല്ലെങ്കിൽ ഇനിയും നിറവേറുവാനായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരു സുദീർഘ പഠനം നമുക്ക് അതിനകത്തുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ പ്രവചന ദൂതാണ്. പണ്ടൊത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സെക്കറിയ വചനം ഓക്ലഹോമ ഈ പ്രെയർ ലൈനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബോസ്റ്റൺ പ്രെയർ ലൈനിൽ ഞാൻ പഠിപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് സമയമുണ്ട് എങ്കിൽ പിന്നെ ചിന്തിക്കാം, പ്രാവചനികമായി ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ദർശനമാണ് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എബ്രായ ബൈബിളിൽ ഈ 21 അധ്യായങ്ങളിലെ 17 വരെയുള്ള അധ്യായങ്ങൾ 1-ാം അധ്യായമായിട്ടും 2-ാം അധ്യായത്തോട് ചേർന്നാണ് 18 മുതലുള്ളതായ വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. പഴയ മലയാളം ബൈബിള് അതുകൊണ്ടാണ് 18-ാം വാക്യത്തിൽ 2 എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആ ഭാഗം മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 6 വാക്യങ്ങളിൽ കാണുന്നതായ 4 പ്രധാന ഘടകങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമതായിട്ട് ദൂതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ദൂത ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? യഹോവയായ ദൈവം 2-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്ന. ആർക്കാണ് ഈ ദൂത് കേൾക്കുമ്പോൾ ഇഷ്ടമുള്ളത്? ഈ മനുഷ്യൻ ദൂതുമായിട്ട് വന്നിരിക്കുകയാണ്. പ്രവാസത്തിൽ നിന്ന് വന്ന് ഞങ്ങളോട് അനുഗ്രഹത്തിന്റെ ദൂതോ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറിപ്പോകുന്നൊക്കെ പറയുന്നതിന് പകരം പിതാക്കന്മാരോട് കോപിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നമ്മളായിരുന്നെങ്കിൽ പിറുപിറുത്ത് പോയേനെ. എന്നാൽ ദൈവം തന്നെ അരുളപ്പാട് മായം ചേർക്കാതെ, മനുഷ്യമുഖം നോക്കാതെ സെക്കറിയ പ്രവാചകൻ തന്നൊരു പുരോഹിതൻ കൂടെയാണ് ഈ ദൂതെ അറിയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ വലിയപ്പൻ ഇദ്ദോ പ്രവാചകൻ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇദ്ദോ പ്രവാചകൻ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സമയം ഉണ്ടെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ ചിന്തിക്കാം. മുഖവരിയിൽ 1-ാം വാക്യം വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വാക്യമാണ്. എന്നാൽ അതിൻ്റെതായിട്ടുള്ളതായ വ്യാഖ്യാന പഠനത്തിലേക്ക് ഇന്ന് പോകുവാൻ സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അത്യന്തം കോപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൂത കിട്ടിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഒരു ഉപദേശമാണ് നമുക്ക് കാണുവാനായിട്ട് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ഉപദേശം? 2 കാര്യങ്ങൾ ഉപദേശത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുതേ എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരുവീൻ. അത് 4-ാം വാക്യത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചു, അതാണ് ദൂത്. എന്നിട്ട് ഉപദേശം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. എന്നിട്ട് രണ്ടാമതായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ട് ഒരു മാനസാന്തരം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ 6 വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് മുന്നറിയിപ്പ്? ആ മുന്നറിയിപ്പാണ് ഞാൻ 5-6 വാക്യങ്ങളിൽ വായിച്ചത്. മുന്നറിയിപ്പ് എന്താ? അനുസരിക്കാത്ത നിങ്ങളുടെ പിതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടു. പിതാക്കന്മാർ എവിടെ എന്ന് ചോദിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 6-ാം വാക്യത്തിലെ അവരുടെ കൽപ്പിച്ച വചനങ്ങളും എന്റെ പ്രവാചകന്മാർ നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ എന്നൊക്കെയും പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. അതൊരു മുന്നറിയിപ്പാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ എന്ന് ചോദിച്ചതിന് പല അർത്ഥമുണ്ട്. യിശയ്യാ പ്രവാചകൻ, മറ്റേ പ്രവാചകന്മാരൊക്കെയും പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പേ
യഹൂദ പ്രമാണികളോടും പിതാക്കന്മാരോടും ദൂതറിയിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഏറ്റവും കഠിനമായ ദൂതുകൾ അറിയിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യിരെമ്യാ പ്രവാചകനാണ്. എല്ലാ പ്രവാചകന്മാരും പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്, ഒരു മാനസാന്തരത്തിലേക്ക് ജനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഹൈപ്പപ്പ് ചെയ്യേണ്ടതിന് വേണ്ടിയല്ല. അവസ്ഥ തെളിയിച്ചിട്ട് അവർക്കൊരു മാനസാന്തരം അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടെ യിരെമ്യാവൊക്കെ ദൂത് വളരെ പറഞ്ഞിട്ടും യിരെമ്യാവിനെ ഉപദ്രവിക്കുകയും ശിക്ഷിക്കുകയും പൊട്ടക്കണത്തിലിടുകയും അടിക്കുകയും പശുവിനെ അടിക്കുകയും ഒക്കെയും ചെയ്യുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പ്രവാചകന്മാരൊക്കെ എവിടാ? അവരൊക്കെ പ്രവാസത്തിൽ പോയല്ലോ. ദൂത് കേട്ടിട്ട് ദൂത് പറഞ്ഞവനെ അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടായോ? ദൂത് പറഞ്ഞ പ്രവാചകൻ മരിച്ചു പോയാലും എന്നാൽ ദൂത് മരിക്കത്തില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കയില്ല. അപ്പോൾ പ്രവാചകന്മാർ ദൂത് പറഞ്ഞിട്ട് ദൈവത്തിന്റെ സമയമാകുമ്പോൾ കർത്താവ് അവരെ അങ്ങ് വിളിക്കും. എന്നാൽ അവരുടെ ദൂത് നിലനിൽക്കും എന്നുള്ളതാണ്. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന നിലനിൽക്കും. അത് നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മോടും നമ്മുടെ തലമുറകളോടും പറഞ്ഞിരിക്കുന്ന ദൈവിക അരുളപ്പാടുകൾ അത് നിലനിൽക്കും എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ആകയാൽ വചനത്തിലും ദൈവത്തിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസകാലം മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഉപദേശിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ടുള്ളതായ മുന്നറിയിപ്പ്, തക്ക സമയത്തെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അത് ദോഷം ചെയ്യും. 6-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുമാണ്. 6-ാം വാക്യം, എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞില്ലയോ? അപ്പോൾ അവർ മനം തിരിഞ്ഞു, അവർക്കൊരു മാനസാന്തരം ഉണ്ടായി. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. there is a time. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നമുക്കൊക്കെയും മാനസാന്തരപ്പെടുവാൻ, നമുക്കൊക്കെയും കണ്ണുനീരൊഴുക്കി കരയുവാൻ, നമുക്കൊക്കെയും ആരാധിക്കുവാൻ ഒക്കെയും ഓരോരോ സമയം കർത്താവ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടുന്ന ദിവസം നാളെ കിട്ടത്തില്ല. ഈ ദിവസം ഇന്ന് രാത്രി ഉറങ്ങി നാളെ നമ്മളിൽ നിന്നങ്ങ് മാറി അതൊരു ഹിസ്റ്ററി മാറുകയാണ്. അപ്പൊ ദൈവം നമുക്ക് തന്ന ഓരോ മോമെന്റും, ഓരോ ദിവസവും, ഓരോ സാഹചര്യവും അത് കർത്താവിന്റെ നാമത്തിന് മഹത്വമായി പ്രയോജനപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. ഏശാവിന്റെ കാര്യം നല്ല ഒരു ഉദാഹരണമാണ്. അവൻ ദൈവവചനത്തിൽ പറയുന്നത് പിന്നീട് അവൻ കരഞ്ഞ് അപേക്ഷിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ടു ലേറ്റ് ആയിപ്പോയി. അവൻ്റെതായിട്ടുള്ളതായ ബർത്ത് റൈറ്റ് അവൻ നിസ്സാരമാക്കി അവൻ വിറ്റുപോയി. അവൻ വിറ്റുപോയതിന് ശേഷം പിന്നെ കിടന്ന് കരഞ്ഞിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല അവന്റെ കരച്ചില് ഒരു ഹൃദയംഗമായ കരച്ചിലല്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എങ്ങനെ അറിയാം? അവൻ മാനസാന്തരപ്പെട്ട് പിന്നെ അവൻ കരഞ്ഞു, എനിക്കൊന്നും ഇല്ലയോ പിതാവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ ഉടൻ തന്നെ തന്റെ സഹോദരനോട് ദേഷ്യമാണ്, അവനെ ഞാൻ വക വരുത്തുമെന്നുള്ളതാണ്. അപ്പം ഈ മാനസാന്തരം ഹൃദയംഗമായിട്ടുള്ള മാനസാന്തരമായിരുന്നെങ്കിൽ ദൈവം അന്നേരവും ക്ഷമിച്ചേനി. ഹൃദയംഗമായിട്ടുള്ള കണ്ണുനീരല്ല, ഹൃദയംഗമായിട്ടുള്ള നമ്മുടെ മാനസാന്തരം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാകണം. ഒരു ടേൺ അറൗണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ പ്രവർത്തികളിൽ ഉണ്ടാകണം. ഇവിടെ യഹൂദ പ്രമാണികളും പിതാക്കന്മാരും അവര് കിടന്ന് കരഞ്ഞു. എവിടെ ചെന്നാ കരയുന്നത്? ബാബേലിൽ ചെന്നാ കരയുന്നത്.
ബാബേലിനെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് പാറമേൽ അടിക്കുന്നതൊക്കെ നമുക്ക് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗർഭിണികളുടെ ഉദരം പിളർന്നു, വൃദ്ധന്മാരെ അടിച്ചു കൊന്നു, ആലയം കൊള്ളയടിച്ചു. എന്തെല്ലാം മോശകരമായ അവസ്ഥയിൽ കൂടെ, ദോഷകരമായ അവസ്ഥയിൽ കൂടെ, ന്യായവിധിയിൽ കൂടെ അവർ കടന്നുപോയി. അപ്പം ബാബേലിൽ പോകുന്നതിന് മുമ്പേ പ്രവാചകന്മാർ ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഒരു കാര്യം ഇതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, നമുക്ക് ലഭിക്കുന്ന മുന്നേ അറിയിപ്പുകൾ, അതാണ് ദൈവവചനത്തിന്റെ ഒരു ശുശ്രൂഷ. ദൈവവചനത്തിൽ കൂടെ അനേക ശുശ്രൂഷകളുണ്ട്. അതിലൊരു പ്രധാന ശുശ്രൂഷയാണ് മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന് അതിൻ്റെതായ പ്രത്യാശയുമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ന്യായവിധിയുമുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ നിത്യ നരകത്തിൽ പോകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ വിളിച്ചു പോകുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വസിക്കാമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. അത് നന്മയ്ക്കായിട്ടാണെങ്കിലും തിന്മയ്ക്കായിട്ടാണെങ്കിലും നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൂത നമുക്ക് കണ്ടു, അതിൽ കൂടെയുള്ള ഉപദേശം, മുന്നറിയിപ്പ്, ഈ 3 കാര്യങ്ങൾ കൊടുത്തതിന്റെ ഉദ്ദേശം, ദൈവം എന്തിനാണ് ഈ ദൂത് കൊടുത്തത്, അതിൻ്റെ കൂടെയുള്ള ഉപദേശം കൊടുത്തത്? ഉപദേശം, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ആകരുത്, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ വിട്ട് തിരിയണം. മുന്നറിയിപ്പ്, 3 മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് ദൈവം തന്റെ ഉദ്ദേശം പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഉദ്ദേശം 1:3 എന്താണ്? ഈ ഇത്രയും മുന്നറിയിപ്പും ദൂതും ഉപദേശവും ഒക്കെ കൊടുത്തത് ദൈവത്തിന് ഇസ്രായേൽ മക്കളെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്നാണ് 3-ാം വാക്യത്തിൽ. ആകയാൽ നീ അവരോട്, സെക്കറിയ പ്രവാചകനോട് പറയുകയാണ്, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളോട് പറയണം ഒരു കാര്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയുമെന്ന് യഹോവ. ദിസ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്. ദൈവത്തിന് വേണ്ടിയത് ഇതാണ്. എന്താണ്? ദൈവത്തിങ്കിലേക്ക് ഒരു ടേൺ അറൗണ്ട്. ഈ ലോകത്തിലെ പാപത്തിൽ നിന്നും അധമത്തിൽ നിന്നും ഒരു ടേൺ അറൗണ്ട് ഉണ്ടായിട്ട് കർത്താവിനോട് ദൈനംദിനം അടുക്കുവാൻ തക്കവണ്ണമുള്ളതായ. അപ്പോൾ എന്താണ് ഈ കർത്താവിന് ഇതിൽ കൂടെ ദൈവത്തിങ്കിലേക്ക്? ദൈവത്തിന് നമ്മൾ അടുക്കലേക്ക് വരണം. അപ്പനും മകനും അമ്മയും മക്കളും ഒന്നിച്ച് നടക്കുന്നത് പോലെ ദൈവം നമ്മോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം കൊതിക്കുകയാണ്. നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും ഒന്നായി. ഹാനോക്ക് ദൈവത്തോടു കൂടെ ഒരു സഹിത്വത്തിൽ നടന്നതുപോലെയുള്ള സഹിത്വമാണ് കർത്താവ് നമ്മെ പറ്റി ഉദ്ദേശിക്കുന്ന, നമ്മുടെ വിളിയുടെ ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് ഈ പ്രവചനം തന്നതും. അപ്പൊ ഈ പ്രവചനത്തിന്മേലൊക്കെ ഉള്ളതായ അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് ദൈവത്തോട് അടുത്തു വരിക, ദൈവം നമ്മളോടും അടുത്തു വരും. ഈ ബേസിക്, ഈ വെരി ബേസിക് ഏതു ദൈവ പൈതലും എല്ലാ മോമെന്റിലും എല്ലാ ദിവസവും രാവും പകലും ടേക്ക് ഹീഡ് ചെയ്താൽ, അത് നാം സൂക്ഷിച്ചാൽ നാം ധന്യരാണ്. നമ്മളൊക്കെ അറിയാതെ അങ്ങേ ഓരോ മോമെന്റിലും അങ്ങ് ഹൈപ്പായി പോകും. നമ്മള് ഈ ലോകത്തോട് അറിയാതെ അങ്ങ് ഇടകലർന്നു പോകും. നമ്മളൊക്കെ ഈ അധമമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. കണ്ടും ഒക്കെ നമ്മളങ്ങ് മടുത്തു പോകും. നമ്മളങ്ങ് അറിയാതെ സാത്താൻ നമ്മളെ ഇതിലേക്കൊക്കെയും അങ്ങ് തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് കൂടെ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുകയും കർത്താവിൻ്റെക്ക് എന്നെ അടുപ്പിക്കണമേ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന സദാസമയം ഏതൊരു വ്യക്തിക്കുണ്ടോ ആ വ്യക്തി ധന്യരാണ്. അവർ ദൈവത്തിന്റെ ഉദ്ദേശത്തിലാണ്. നമ്മെ പറ്റി A-C എല്ലാവരെ പറ്റിയുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, മെയിൽ ആൻഡ് ഫീമെയിൽ, യങ് ആൻഡ് ഓൾഡ്,
എല്ലാവരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തോട് അടുത്ത് വരണം, ദൈവത്തിന് നമ്മളോട് അടുത്ത് വരണം. ഇതുണ്ടോ? We have everything. We have intimate relationship with God. We have worship with God. We are in the heavenly place. We have fellowship with the angels. ഇത് ദൈവത്തോട് അടുത്തുണ്ടോ? ദൈവം നമ്മോട് കൂടെ ഉണ്ട്, പിന്നെ നമുക്കെല്ലാം ഉണ്ട്. നാം കർത്താവിനോട് കൂടെ നടക്കുകയാണ്. ആ ഒരവസ്ഥ നമ്മുടെ, അതാണ് ഈ 6 വാക്യങ്ങളിൽ നിന്നുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തോട് ദൈവജനത്തെ അടുപ്പിക്കുക. മടങ്ങി വന്ന ഇസ്രയേൽ മക്കൾ ദൈവത്തിൽ നിന്നും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളൊക്കെ കണ്ട് അവരങ്ങ് പിന്മാറ്റത്തിൽ 10-16 കൊല്ലത്തേക്ക് അങ്ങ് പോയി. അവരെ ആലയത്തിനെ അടിസ്ഥാനമിട്ടു. വന്നപ്പോൾ വലിയ ഉത്സാഹമൊക്കെ ആയിരുന്നു. പിന്നെ അവർ ചുറ്റുപാടും ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും പണക്കാര്, എല്ലാവരും പ്രതാപത്തിൽ നടക്കുന്നു, എല്ലാവർക്കും വലിയ ആഡംബരമായ ജീവിതമുണ്ട്. പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ ആയിരിക്കണമോ എന്നുള്ള ചിന്ത മടങ്ങി വന്ന യഹൂദന്മാർക്കുണ്ടായിട്ട് ആ ചുറ്റുപാടിലുള്ള ജാതികളോട് ഇടകലർന്ന് വലിയ തട്ടിട്ട വീടുകളിലൊക്കെ പാർക്കുവാൻ തക്കവണ്ണം അവർ കൊതിച്ചു എന്നാണ് ഹഗായി പ്രവാചകൻ പറയുന്നത്. ഹഗായി പ്രവാചകന്റെ കണ്ടിന്യൂവേഷൻ ആണ് സെക്കറിയ പ്രവാചകൻ. ഹഗായി പ്രവാചകൻ വൃദ്ധനായിരുന്നു, സെക്കറിയ പ്രവാചകൻ ചെറുപ്പക്കാരനായിരുന്നു എന്ന് 2-ാം അധ്യായത്തിൽ ഗോ ആൻഡ് ടോക്ക് ടു ആ യങ് ലാഡ് എന്നാണ് പറയുന്നത്. തനിക്ക് ഒരു ലെസ് ദാൻ 20 years ഉള്ളെന്നാണ് ഭൂരിപക്ഷ വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം. താൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതായ സന്ദർഭത്തിൽ സുദീർഘ വർഷങ്ങളോളം 14-ാം അധ്യായമൊക്കെ വരുമ്പോൾ ഒരു 60 to 80 years കഴിഞ്ഞിട്ടാണ്. പ്രവാചകൻ അന്ന് വളരെ വൃദ്ധനായിരിക്കണം. സുദീർഘ വർഷങ്ങൾ ദൂത് അറിയിച്ചവനാണ്. അപ്പോൾ യങ് മാനാണ്. എന്നാൽ ഹഗായി പ്രവാചകൻ വൃദ്ധനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒരു പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹഗായി പ്രവാചകൻ ഈ ദൂത് പറഞ്ഞപ്പോൾ മരിച്ചു പോകാൻ പോസിബിലിറ്റി ഉണ്ട്, സദാകാലം ജീവിച്ചിരിക്കത്തില്ല. എന്നാൽ പ്രവാചകനായ ഹഗായിൽ കൂടെ കിട്ടിയ ദൂതുകളൊക്കെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പിതാക്കന്മാരെ പോലെ ആയിത്തീരല്ലേ എന്നൊരു വ്യാഖ്യാനവും 5-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ വേദവിദ്യാർത്ഥികൾ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ദൂത് കിട്ടിയത് 2-ാം ആണ്ട് 8-ാം മാസം ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെക്കറിയാവിനുണ്ടായത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ പേരും മറ്റുമൊക്കെ ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം സമയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് 15 minutes മാത്രമേ ഉള്ളൂ. ദാര്യാവേസ് രാജാവ് എന്ന് പറയുന്നത് മേദ്യ പാർഷ്യസ് സാമ്രാജ്യത്തിലെ 3-ാമത്തെ രാജാവാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഞാനത് സമയമുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് തന്റെ 8-ാം ആണ്ടിലാണ് ഈ പ്രവചന ദൂത് ലഭിക്കുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ 7-ാം വാക്യം വായിക്കുമ്പോൾ 2-ാം ആണ്ട് ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഏതാണ്ട് 3 മാസവും ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം ഈ ദർശനങ്ങൾ പ്രവാചകൻ ഉണ്ടായത്. ഈ ദർശനങ്ങൾ നാം അങ്ങോട്ട് ആഴത്തിൽ പഠിക്കുമ്പോൾ അത് വരുവാനുള്ള മഹത്തായ റെസ്റ്റോറേഷനെയും ദൈവ സാന്നിധ്യത്തെയും ദൈവ പദ്ധതിയെയും വെളിപ്പെടുത്തുന്നതാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ദൂതുകളെക്കാൾ അല്പം ശ്രേഷ്ഠതയേറിയയും ദൈവം ഇസ്രയേൽ മക്കളെ പറ്റി എന്തൊന്ന് ആഗ്രഹിക്കുന്നു ഭാവിയിൽ എന്നുള്ളത് വെളിപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടേക്കിയുടെ ഒരു വാണിംഗ് ഒക്കെ കൊടുത്ത് മാനസാന്തരപ്പെടണമെന്നൊക്കെ പറഞ്ഞ കഠിന ദൂത് പറഞ്ഞിട്ട് ഇത്ര പ്രത്യാശയേറിയ ദൂതിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടാനുള്ള കാരണം എന്താണ്? അത് ഈ 3 മാസമാണ്. 8-ാം മാസം ആണ് ദൂത് ലഭിക്കുന്നത്.
എന്നാൽ ദർശനം ലഭിക്കുന്നത് 11-ാം മാസം, 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 3 മാസത്തിനിടയിൽ മടങ്ങി വന്ന യഹൂദന്മാരുടെ ഇടയിൽ വലിയ പ്രവൃത്തി നടന്നു. എന്താണ് ആ പ്രവൃത്തി? അവർ മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സക്കറിയ പ്രവചനത്തിന്റെ ഒരു ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് മിനിമം പലയിടത്തുണ്ട്. മിനിമം വളരെ വ്യക്തമായി 3 ഇസ്രയേൽ മക്കൾ ഹൃദയംഗമായി മാനസാന്തരപ്പെടുന്നതും മുഖാന്തരം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കാണുന്നതും കാണാൻ സാധിക്കും. അത് ഈ 1-ാം അധ്യായത്തിലാണ് ആദ്യമായി കാണുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലുള്ള കഠിന പ്രവചന ദൂതിൽ ഇസ്രയേൽ മക്കൾ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം വരുവാനുള്ള ഭാവി അനുഗ്രഹങ്ങളെ പറ്റി പ്രത്യേകം വെളിപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മാനസാന്തരത്തിന്മേലാണ്, ഹൃദയംഗമായിട്ടുള്ള മാനസാന്തരത്തിന്മേലാണ് ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ടാകുന്നത്. നാം ദൈവസന്നിധിയിൽ ഹൃദയംഗമായി എപ്പോഴും മാനസാന്തരമുള്ളവരായിരിക്കണം. 1 ദിവസമല്ല, 2 ദിവസമല്ല. ഒരു യഥാർത്ഥ ദൈവ പൈതൽ എപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളൊക്കെ മനുഷ്യപ്പൊടികളല്ലേ, അറിയാതൊക്കെ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ പെട്ടെന്ന് കുറവുകൾ വന്നുകൊണ്ടിരിക്കും. ഈ കുറവുകൾ വരുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. അയ്യോ, ഞാൻ ദൈവ പൈതലാണല്ലോ, എനിക്കിതൊക്കത്തില്ലല്ലോ, എനിക്കിങ്ങനെ ചിന്തിക്കാൻ ഒക്കത്തില്ലല്ലോ, എനിക്കിങ്ങനെ നോക്കാൻ ഒക്കത്തില്ലല്ലോ, എനിക്ക് മൂവി കാണാൻ ഒക്കത്തില്ലല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളുണ്ടാകും. പെട്ടെന്ന് അപ്പോൾ നാം കർത്താവേ എന്റെ ജീവിതത്തിൽ കുറവ് വന്ന് ക്ഷമിക്കണമേ, മാനസാന്തരപ്പെടുകയാണ്. അങ്ങനെ സദാസമയം നാം മാനസാന്തരപ്പെട്ടുകൊണ്ട് സാത്താനെ ജയിച്ച് ജീവിക്കുന്നവർ യഥാർത്ഥമായി എപ്പോഴും മാനസാന്തരപ്പെടുന്നവരാണ്. അപ്പൊ ഒരു മാനസാന്തര ജീവിതം സദാസമയം നമുക്കുണ്ടാകും. ഇതാണ് ആദ്യത്തെ ഇവരുടെ നല്ല മാനസാന്തരം. 2-ാമത്തെ മാനസാന്തരം 7-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. ഇവരേക്കാൾ വന്ന് ഞങ്ങൾ 4-ാം മാസം, 5-ാം മാസം, 7-ാം മാസം, 8-ാം മാസം ഒക്കെ ഉപവസിക്കുന്നു. അപ്പം വലിയ ഭക്തിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുന്നതൊക്കെ നിങ്ങളുടെ പേരുണ്ടാക്കാൻ വേണ്ടി, ഞങ്ങൾ 1 മാസം ഉപവസിച്ചു, ഇപ്പോൾ ഉപവസിക്കുന്നു എന്നൊക്കെയും പറയുന്നു. ഉപവാസത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ 2 രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, പേഴ്സണലായിട്ട് അറയിൽ കടന്ന് ആരും അറിയാതെ നാം ഉപവസിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പേഴ്സണലായിട്ടുള്ള ഉപവാസമാണ്. അങ്ങനെ ഉപവസിക്കുമ്പോൾ നാം വലിയ പ്രഖ്യാപനം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമായി കർത്താവ് നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്, നീ ഉപവസിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് എന്ന്. എന്നാൽ കളക്റ്റീവായിട്ടുള്ള ഉപവാസം ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അത് യോവേൽ പ്രവചനത്തിൽ ഒരു ഉപവാസം പ്രസിദ്ധമാക്കുവിൻ, കാഹളം ഊതുവീൻ, ഉപവാസം പ്രസിദ്ധമാക്കുവിൻ, എല്ലാവരും വൃദ്ധന്മാരും ബാലന്മാരും വിവാഹം ഉടനെ വിവാഹം കഴിച്ചവരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും ഉപവസിപ്പീൻ, നിനവേക്കാരോട് രാജ്യം ആകെ ഉപവസിക്കുവാൻ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയമായ ഉപവാസമുണ്ട്, ഒരു ചർച്ച ഉപവാസം പ്രഖ്യാപിക്കുന്നതുണ്ട്, ഒരു കുടുംബം ഉപവാസം പ്രഖ്യാപിക്കുന്നതുണ്ട്, ഒരു വ്യക്തി ഉപവാസം പ്രഖ്യാപിക്കുന്നതുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഞാൻ ഉപവസിക്കുന്നു എന്നൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു വ്യക്തി ഉപവസിക്കുന്നെങ്കിൽ നല്ലതാണ്. അങ്ങനെ കൂട്ടുകാരെ ചിലപ്പം വിളിച്ച് സഹായത്തിനായി പ്രാർത്ഥിക്കുന്നതൊക്കെ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പേഴ്സണലായിട്ടുള്ള ഉപവാസം അത് പേഴ്സണലായിരിക്കണം.
നമ്മുടെ ചർച്ചകളായിട്ട് ഉപവസിക്കുമ്പോൾ അത് ചർച്ചായിട്ടുള്ളതായിരിക്കണം. ഒരു ഫാമിലിയായിട്ട് ഉപവസിക്കുമ്പോൾ അത് ഫാമിലിയിൽ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ വലിയ കൊട്ടി ഘോഷിക്കുന്നതൊക്കെയാണ് ഈ സെക്കരിയ പ്രവചനം 7-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ ഈ പേരും പറഞ്ഞ് നിങ്ങൾക്ക് പേരുണ്ടാക്കേണ്ടതിന് പ്രവാചകൻ പറയും, നിങ്ങൾ ഉപവസിക്കുമ്പോഴും നിങ്ങൾക്ക് പേരുണ്ടാക്കാൻ വേണ്ടി ഉപവസിക്കുന്നത്, നിങ്ങളത് ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി ഉപവസിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നാണ് നമുക്ക് കാണുവാൻ. കള്ള ഉപവാസത്തെ പറ്റി ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പിടിച്ചടക്കി ഇസബേല് നീതിമാനായ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിനെ മൂപ്പന്മാർക്ക് കൈക്കൂലി കൊടുത്ത് ഒരു ഉപവാസം പറഞ്ഞാണ് ഭക്തനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണാൻ സാധിക്കുന്നത്. അത് ഉപവാസമാണ്. അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അത് നാം ഏത് രീതിയിലുള്ള ഉപവാസമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പം വലിയ ഒരു മാനസാന്തരമാണ് 7-ാം അധ്യായത്തിൽ കൊടുക്കുന്ന ദൂത്. ആ ദൂതിൽ പ്രവാചകന്റെ തലയിൽ കയറാതെ ഇവർ മാനസാന്തരപ്പെട്ടു. ഇതാണ് 2ാമത്തെ മെയിൻ മാനസാന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാനസാന്തരത്തിൽ ദൈവത്തിന്റെ ദൂത് വ്യത്യാസമായി നമുക്ക് 8-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. വലിയ അനുഗ്രഹത്തിന്റെ ദൂതാണ് 8-ാം അധ്യായത്തിൽ. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവിക അനുഗ്രഹമുണ്ട് എന്ന് 1-ാം അധ്യായം 8-ാം അധ്യായം പഠിപ്പിക്കുന്നു. 3-മതായിട്ട് അവർ ദേശീയമായിട്ട്, കുലമായിട്ട്, സ്ത്രീകൾ പ്രത്യേകമായിട്ട്, പുരുഷന്മാർ പ്രത്യേകമായിട്ട്, ഓരോ ഗോത്രങ്ങൾ പ്രത്യേകമായിട്ട്, ഓരോ വീട്ടുകാർ പ്രത്യേകമായിട്ട്, എല്ലാ 12 ഗോത്രങ്ങളും പ്രത്യേകമായിട്ട് ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും എന്നാണ് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ അവസാനത്തെ 3.5 വർഷം അവർ ചെയ്തു പോയ പോഷത്വം, അവർ മശിഹയാണ് ക്രൂശിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ഒരു വലിയ മാനസാന്തരം അവർക്കുണ്ടാകും. ആ മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോഴാണ് കർത്താവ് അവരെ രക്ഷിപ്പാൻ തക്കവണ്ണം മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കുന്നത്. ഈ പല മാനസാന്തരങ്ങൾ സെക്കരിയ പ്രവചനത്തിലുണ്ട്. പ്രധാനമായ 3 ഞാൻ എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ. ഈ 3 മാനസാന്തരവും നാം ഒരു ജനറൽ സ്റ്റഡി ചെയ്യുകയാണ് എങ്കിൽ ഒരു ട്രൂ റിപ്പൻഡൻസിൽ ദൈവം സന്തോഷിക്കുന്നുവെന്നും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നും നമുക്ക് കാണാം. ആഹാബിനെ പോലും, ഇത് ദുഷ്ടനായ ആഹാബാണ്. ആഹാബിനെതിരായി വലിയ ന്യായവിധിയുടെ ദൂത് വന്നപ്പോൾ അവന്റെ വീട്ടിൽ പോയിരുന്ന് അവൻ ആകപ്പാടെ ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അവന് ന്യായവിധി ഉണ്ടായെങ്കിലും പെട്ടെന്നുണ്ടായ ന്യായവിധിയിൽ നിന്നും അവനൊരു ഒഴിവ് കൊടുത്തതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഹിസ്കിയാവെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു ചുവരിനോട് തിരിഞ്ഞ് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ദൂത് അവന് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതോ ആണെന്ന് കാണിക്കാൻ നമ്മളൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ദൈവവചനം അങ്ങനെയല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ എന്തിനു വില മതിക്കുവാനുള്ളൂ എന്നൊക്കെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. നമ്മള് ഒരു ആശ്രയ ജീവിയ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത് ഒരു ആശ്രയ ജീവിയ. ആ വ്യക്തിക്ക് ഒരു ആശ്രയ ജീവിക്ക് സെൽഫിഷായിട്ട് ജീവിക്കാനൊക്കത്തില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചേ ഒക്കത്തുള്ളൂ. അപ്പം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യഥാർത്ഥ ദൈവ പൈതലിനെ നമുക്ക് ഒരു സെൽഫിഷ് ലൈഫ് ഒക്കത്തില്ല. അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. ഇളച്ചു കിട്ടിയ ഒരു വ്യക്തി അവൻ കൊടുത്ത അല്പകടം ഇളച്ചു കൊടുക്കാതെ സെൽഫിഷ് ആയപ്പോൾ അവനെ അന്ധകാരത്തിലും ഇരുട്ടിലും ഇട്ടതായിട്ട്
നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നാം പ്രാപിച്ച ആ അനുഗ്രഹത്തിന് തക്കവണ്ണം, നാം പ്രാപിച്ച ക്ഷമയ്ക്ക് തക്കവണ്ണം, നാം പ്രാപിച്ച കൃപയ്ക്ക് തക്കവണ്ണം നമ്മൾ മറ്റുള്ളവരോടും കൃപ കാണിപ്പാൻ മടിക്കരുതേ. അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ മാനസാന്തരത്തിന് വലിയ അനുഗ്രഹമുണ്ട്. ഇത് നാം ഓർത്തിരിക്കുകയാണ്. എന്റെ മുമ്പിലുള്ള സമയം പോയി. അടുത്ത ആഴ്ച നമുക്ക് കോരശ് രാജാവിനെ പറ്റിയും പേർഷ്യൻ സാമ്രാജ്യത്തെ പറ്റി ഒരു ജനറൽ സ്റ്റഡി നമുക്ക് ചെയ്യണം. ഒരു 15 മിനിറ്റ്സോളം അടുത്ത ആഴ്ചയിൽ ആദ്യം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ദർശനത്തിലേക്ക്, ഒന്നാമത്തെ ദർശനം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ചോലയിലെ കൊഴുന്തുകൾക്കിടയിലുള്ളതായ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ, ഈ ചോല എന്താണ്, ഈ കൊഴുന്തെന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിപ്പാൻ അടുത്ത ആഴ്ചയിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയാക്കട്ടെ. ദൈവവചനം കേട്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് ആവശ്യമായി തന്ന ദൂതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സന്ധ്യയെങ്കിൽ ദൈവവചനം കേൾപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. തിരുനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്.